നിങ്ങൾക്ക് എല്ലാവർക്കും മിസാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ശോഭിത. ഇന്നത്തെ നമ്മുടെ വിഭവം ചിക്കൻ ചുക്കയാണ്. ഒരുപാട് ഗ്രേവിയൊന്നും ഇല്ലാതെ കുറച്ച് ഫ്രൈ മോഡലിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. എന്നാൽ ചിക്കൻ ഫ്രൈ അല്ല കേട്ടോ ഇത്. ഒരു വെറൈറ്റി ടേസ്റ്റാണ് ഈ ചിക്കൻ വിഭവത്തിന്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് കഷ്ണങ്ങളായിട്ടാണ് ഇത് കട്ട് ചെയ്തിരിക്കുന്നത്. ആദ്യം ഇതൊന്ന് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വയ്ക്കണം. അപ്പോൾ അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, അതായത് ഈ വിഭവത്തിന് സ്പെഷ്യൽ ടേസ്റ്റ് നൽകുന്ന സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് ഫ്രൈ ചെയ്ത സവാള. അപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് ആദ്യം നമുക്ക് ഇതുപോലെ സവാള ഫ്രൈ ചെയ്ത് മാറ്റണം. അതിന് ഞാനൊരു 4 മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്. ഇതുപോലെ തിന്നായിട്ട് അരിഞ്ഞാണ് എടുത്തിരിക്കുന്നത്. അത് ചീനച്ചട്ടിയിൽ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഓയിലൊന്നും ഒഴിച്ചിട്ടില്ല. അപ്പോൾ 2 പ്രാവശ്യമായിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് ഓയിൽ ഒഴിച്ചു കൊടുത്താൽ ഓയിൽ വേസ്റ്റായി പോകും. അതുകൊണ്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് 2 പ്രാവശ്യമായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കരിഞ്ഞു പോവാതെ നോക്കണം. സവാള കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പോൾ അത് ഏതാണ്ട് ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഒന്ന് 2-3 പ്രാവശ്യം കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് കോരി മാറ്റാം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓളും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ലഭിക്കാൻ വേണ്ടിയാണത്. അപ്പോൾ എല്ലാം കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചൂടാറാൻ വയ്ക്കാം. ബാക്കിയുള്ള സവാളയൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ സവാള എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം 1 ടേബിൾ സ്പൂൺ നിറച്ച് കാശ്മീരി ചില്ലി പൗഡർ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ഫ്രൈ ചെയ്ത സവാളയിൽ നിന്ന് 1/4 ഭാഗം ചേർത്ത് കൊടുക്കാം. ഒരു പിടി നമുക്ക് അവസാനം ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇത്രയും മതി. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കൈകൊണ്ട് കുഴച്ച് മിക്സ് ചെയ്തെടുത്ത് വയ്ക്കാം. അപ്പോൾ നമ്മൾ സവാള ഫ്രൈ ചെയ്ത് ഇട്ട കാരണം ഇത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഒരു പ്രത്യേക സ്മെല്ലാണ്. അപ്പോൾ തന്നെ നമുക്ക് ഗസ് ചെയ്യാം ഇതിൻ്റെ ടേസ്റ്റ് അടിപൊളിയായിരിക്കുമെന്ന്. അപ്പോൾ ഇതെല്ലാം നമുക്ക് മിക്സ് ചെയ്തിട്ട് 1/2 മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. ഇറച്ചിയിലൊക്കെ നല്ല മസാല എല്ലാം നന്നായിട്ടൊന്ന് പിടിക്കട്ടെ. കറിവേപ്പില കുറച്ച് കുറവാണ് ഇട്ടത്. അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്കൊന്ന് 1/2 മണിക്കൂർ മൂടി വയ്ക്കാം, റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. 1/2 മണിക്കൂർ ആയിട്ടുണ്ട്. നമുക്ക് ഈ ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു പാനിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് എത്തട്ടെ. ഇനി ചിക്കൻ ഓൾറെഡി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തന്നെയാണ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചതും. അപ്പോൾ അത്രയും വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ധാരാളം മതി. 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കാം. ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് എല്ലായിടത്തുനിന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് അടച്ച് മൂടി ഒന്ന് വേവിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് അടച്ചു മൂടി വയ്ക്കാം. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി കഴിയുമ്പം നമുക്ക് തുറന്നിട്ട് ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം. ഇപ്പം വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി നല്ല അടിപൊളിയായിട്ട് ചിക്കൻ വന്നിട്ടുണ്ട്, നല്ല കുക്കായിട്ടുണ്ട്. അപ്പം ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കാനുണ്ട്. കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച സവാളയും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ക്യാമറ ഓൺ ചെയ്യാൻ മറന്നു, ക്ഷമിക്കണം. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം നല്ല അടിപൊളി ചിക്കൻ ചുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.